നമസ്കാരം. എമ്പുരാനെ പറ്റിയുള്ള കുറേയേറെ വിവാദങ്ങൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു സിനിമ കണ്ട ആളാണ് ഇന്നും പോയി സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ട് സംഭവങ്ങളുടെ പേരിലാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ മാത്രം കുറ്റം പറയുന്നു എന്ന്. ലൂസിഫർ കണ്ട നിങ്ങൾക്കറിയാം, മോഹൻലാലിൻ്റെ കൂടെയുള്ള റോളാണ് പൃഥ്വിരാജിൻ്റെ റോള്. അപ്പം പൃഥ്വിരാജ് ആരാണെന്ന് ഇതിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ ട്രെയിൻ കത്തിക്കുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൊലയാളികൾ ആയിരുന്ന സംഭവമൊന്നും കാണിക്കുന്നില്ല, ചെയ്തതാരും കാണിക്കുന്നത്. പക്ഷേ തീവ്രവാദികളായിട്ടുന്ന സംഭവം, ഇത് തീവ്രമായിട്ട് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരാണ് തീവ്രവാദികൾ. അപ്പോൾ അവർ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇതിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബജരംഗ് ബാൽ എന്ന് വെച്ചാൽ ആ ആൾ ചെയ്തത് ഒരു ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്. പുള്ളി അത് എത്രമാത്രം ആസ്വദിച്ചിട്ടാണ് ഓരോ ആൾക്കാരെ കൊന്നു തള്ളി എന്ന് പറയുന്നുണ്ട്. ആ ആളുടെ വാക്കുകൾ വെച്ചിട്ടാണ് ഈ സംഭവം എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് കറക്റ്റായി മനസ്സിലാവും പുള്ളി ചെയ്ത ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്, ആ സംഭവം കാണിച്ചിട്ടുള്ളത്. അതിന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെയ്ത ആൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ആസ്വദിച്ചു എന്ന് പറയുന്നത്. പിന്നെ അവകാശം ഒരാൾക്ക് പറയാനും സിനിമ കാണാനും എന്ന് ചെയ്യുന്ന അവകാശമുണ്ട്. അത് നിങ്ങൾ പോയി തടുക്കുക, നിങ്ങൾ പോയിട്ട് അവ കാണല്ലേ എന്ന് പറയേണ്ട അവകാശം ആർക്കുമില്ല. കാരണം ഇത് മതേതര രാജ്യമാണ്, ഇത് ഇന്ത്യയാണ്. അപ്പം ഒരാളുടെ കീഴിലല്ല. ഞാനൊരു കമ്മിയോ കൊങ്ങിയോ മറ്റ് സുഡാപ്പിയോ ഒന്നുമല്ല. പക്ഷേ ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മൂവി കാണുക, നിങ്ങൾ ആസ്വദിക്കുക. അതിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്ന കുഴപ്പമില്ല. അത് പടത്തിൻ്റെ പേരിൽ വിലക്കേർപ്പെടുത്താനോ കട്ട് ചെയ്യാനോ ഉള്ള അവകാശം ഒരു കൊടികെട്ടിയ ഒരുത്തനുമില്ല. അപ്പോൾ മൂവി നിങ്ങൾ കാണുക, വാച്ച് ചെയ്യുക. പക്ഷേ ഇനി കട്ട് ചെയ്താലും കുഴപ്പമില്ല, പോയി മൂവി കണ്ടു നോക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും കാണാം. ബൈ ബൈ.